വസ്സലാത്തു വസ്സലാമു അലൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, തിരുനബിയുടെ ഈ മീലാദ് ആഘോഷത്തിൽ മാലിക് തങ്ങളുടെ ഇഷ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഞാനൊരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാം. നാഥൻ തുണക്കട്ടെ. ആമീൻ. മദീനയുടെ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മശാസ്ത്ര മദൂബകളിൽ രണ്ടാം ഇമാമാണ് മാലിക് റളിയല്ലാഹു അൻഹു. പാണ്ഡിത്യത്തിനു പുറമെ പുണ്യരുടെ പ്രശസ്തി വാനോളം എത്തിയത് ഇഷ്കുൻ നബിയിലൂടെയാണ്. അവിടുത്തെ ഏതാനും പ്രവാചക പ്രേമം അയവിറക്കി ഞാനും അവസാനിപ്പിക്കാം. മദീന ഭൂമിയിൽ ഒരു തവണ പോലും ചെരുപ്പിട്ട് നടക്കുകയോ ഒട്ടകപ്പുറത്തെ സവാരി ചെയ്യുകയോ മഹാൻ ചെയ്തിട്ടില്ല. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞതിതായിരുന്നു: മുത്തുനബിയുടെ പവിത്രപാദം പതിഞ്ഞ മണ്ണിൽ ഒട്ടകക്കുളമ്പ് ചവിട്ടിക്കാനോ ചെരുപ്പ് പതിപ്പിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് തിരുനബിയോടുള്ള അദബ് കേടാണ്. നോക്കൂ ആ മുത്തിന്റെ മുഹബത്ത്. തീർന്നില്ല. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ പുതുവസ്ത്രമണിനെ അത്തറ് പൂശി സാവധാനത്തോടെ വിനയത്തോടെ മാത്രമേ ക്ലാസ് എടുത്തുള്ളൂ. ശബ്ദമുയർത്താൻ ആവശ്യപ്പെട്ടാൽ തിരുനബിയുടെ ചാരെ ശബ്ദമുയർത്തുന്നതിരെയുള്ള ഖുർആനിലെ ആയത്ത് ഓതുകയാണ് മഹാൻ ചെയ്തത്. നോക്കൂ ആ മുത്തിന്റെ മുഹബത്ത്. ഒരു ദിന ഹദീസ് ക്ലാസ്സിനിടയിൽ 16 തവണ തങ്ങളെ ഉഗ്രവിഷമുള്ള തേൾ കുത്തുകയുണ്ടായി. അതിവേദനയും ശരീര പകർച്ചയും ഉണ്ടായെങ്കിലും അവിടുന്ന് ക്ലാസ് അവസാനിപ്പിച്ചില്ല. ക്ലാസ് അവസാനിപ്പിക്കാതെ പൂർത്തിയാക്കൽ അവിടുത്തെ പ്രവാചകരോടുള്ള മര്യാദക്കേടാവുമെന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാൻ പ്രതികരിച്ചത്. ഇനിയുമേറെ ഇഷ്കുൻ നബിയിലൂട്ടിയ കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവ് മൂലം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. എം സോൺ പ്രസംഗം മലയാളം.